ഇന്ന് ഡിവൈഎഫ്ഐൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ പണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തു എന്നതിൻ്റെ പേരിൽ ഇന്ന് പാർട്ടിയെ ഒറ്റ കൊടുക്കാനും വഞ്ചിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. എവിടെ പാർട്ടിയെ ഒറ്റ കൊടുത്തു, എവിടെ പാർട്ടിയെ വഞ്ചിച്ചു? അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു തെളിവ് അവർ പറയട്ടെ. പാർട്ടിയെ വഞ്ചിച്ച തെളിവ് പറയട്ടെ, അല്ലെങ്കിൽ പാർട്ടിയെ ഒറ്റ കൊടുത്ത തെളിവ് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ഒറ്റ കൊടുത്തവും വഞ്ചിച്ചവരൊന്ന് പാർട്ടിയിലുണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നവരല്ലേ. ഇന്നും പി കെ ശശി എന്ന് പറയുന്ന സഖാവ് ഇന്നും പാർട്ടിയിലുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതും എന്ന് എനിക്ക് പറയാനറിയില്ല. അത് അവരുടെ ഏത് രീതിയിലാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് പറയാനേ പറ്റില്ല. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നതായി തോന്നുന്നുണ്ടോ? പി കെ ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ടീം പ്രവർത്തിക്കുന്നത് മറ്റൊരു പാർട്ടിയല്ലേ. അവര് എന്ത് ലക്ഷ്യം, അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. അത് ഈ പാർട്ടിക്കകത്ത് CPM-നകത്ത് അങ്ങനെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ടോ? എങ്ങനെ? ഈ പി കെ ശശിക്കെതിരെ ഒരു ടീം CPM-നകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? എതിരെ പ്രവർത്തിക്കുന്നുണ്ടോന്നോ? അങ്ങനത്തെ ഒരു സമീപനം ഉണ്ട് എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. അതിന് അങ്ങനെ ഒരു എതിർ ചേരിയുണ്ട് അല്ലെങ്കിൽ ഒരു ടീമുണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നത്തക്ക വിധത്തിൽ കാര്യങ്ങളൊന്നും ഇതുവരെ മുന്നോട്ട് പോയതായിട്ട് അറിവില്ല. താങ്കൾ നേരത്തെ ഈ STUവിൻ്റെ നേതാവും പിന്നെ ലീഗൊക്കെ ആയിട്ട് സഹകരിച്ചിരുന്നതാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നതിൽ പി കെ ശശി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പി കെ ശശിയുടെ ഒരു സ്വാധീനം എന്നുള്ളതല്ല, നമ്മളുടെ ഒരു സ്വതന്ത്ര ചിന്താഗതി എന്നുള്ളത് തന്നെയാണ് ഞാൻ പാർട്ടി മാറാനുള്ള ഒരു താല്പര്യമെടുത്ത് മാറിയത്. ഒരിക്കലും ഞാൻ നിന്നിരുന്ന പാർട്ടിയോട് വളരെയേറെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എതിരെ ഒരു ശബ്ദമുയർത്തിക്കൊണ്ടോ ഒന്നുമല്ല ഞാൻ പാർട്ടി മാറിയിട്ട് വരുന്നത്. ഞാൻ പാർട്ടി മാറി വരുമ്പോൾ എൻ്റെ ഒരു സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ആ സ്വതന്ത്ര ചിന്താഗതി ലീഗ് പോലെയുള്ള ഒരു പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് സാധ്യമാകില്ല. അല്ലെങ്കിൽ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനകത്ത്. അല്ലാതെ അവർക്ക് എന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്ര അല്ലാതെ സ്ത്രീ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. അത്ര ഒരു വനിതാ സ്വാധീനങ്ങളൊന്നും ആ പാർട്ടീനെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടിയോട് അതിൻ്റെ നേതൃത്വത്തിലുള്ള പലരോടും സംസാരിച്ച് ഇട്ട് തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് മാറി വന്നതും. ഞാൻ മാറി വരുന്ന സമയത്ത് ഈ പറഞ്ഞ പി കെ ശശി ഇവിടുത്തെ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹമാണ് എന്നെ സ്വാഗതം ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ.